ഹലോ മൈ ചങ്സ് ഹവ് യു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ച ഒരു എക്കണോമിക് ക്വസ്റ്റ്യൻ ആണ്. RBIയുടെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസിയുടെ കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. MBCയിൽ 7 അംഗങ്ങൾ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് എന്നിട്ടുള്ളത്. ഇത് ബേസിക്കലി പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, മോണിറ്ററി പോളിസി. അപ്പം ആ ഒരു മോണിറ്ററി പോളിസി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൗൺസിലൊക്കെ നമ്മൾ ഇങ്ങനെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 6 അംഗ പണനയ സമിതിയാണ്. അതിനെ MPC എന്നിട്ടാണ് പറയുന്നത്. MPC പണനയ സമിതി എന്നിട്ടാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റി അത് ഏത് നിയമം അനുസരിച്ചിട്ടാണ്? RBIയുടെ ഭേദഗതി വരുത്തിയ 1934 ഭേദഗതി വരുത്തിയ RBIയുടെ നിയമത്തിലെ സെക്ഷൻ 45(ZB) അനുസരിച്ചിട്ടാണ്. ഏതാണ്? RBIയുടെ 45(ZB) അനുസരിച്ചിട്ടാണ് ഇതൊരു 6 അംഗ പണനയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. 45(ZB) അനുസരിച്ചിട്ടാണ്. രൂപീകരിച്ച വർഷം 2020 ഒക്ടോബർ 5 നിലവിലുള്ള കമ്മിറ്റി. ഇപ്പോൾ 2024 ഏപ്രിൽ മാസം ഇതിൻ്റെ യോഗമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അതുമായി ആ ഒരു ടൈമിലും ഏത് തന്നെയായിരുന്നു? ഈ ഒരു കമ്മിറ്റി ആയിരുന്നു അതിനകത്ത് യോഗം കൂടിയത്. അപ്പം 2020 ഈ ഒരു സംഭവം രൂപീകരിച്ചത്. അപ്പം ഈ MPC രൂപീകരിച്ചത് 2020 ഒക്ടോബർ 5 ഇത് എത്ര അംഗ സമിതിയാണ്? 6 അംഗം, 6 മെമ്പേഴ്സ് ആണ് ഇതിനകത്ത് ഈ MPCയിൽ വരുന്നത്. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആണ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറാണ് മോണിറ്ററി പോളിസിയുടെ ചുമതല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു അംഗം എന്ന് പറഞ്ഞിരിക്കുന്നത് മോണിറ്ററി പോളിസിയുടെ ചുമതലയുള്ള അംഗം എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഗവർണർക്കാണ് വരുന്നത്. ചെയർപേഴ്സൺ ആരാണ്? റിസർവ് ബാങ്കിന്റെ ഗവർണർ. ഡെപ്യൂട്ടി ഗവർണറാണ് മോണിറ്ററി പോളിസിയുടെ ചുമതല വരുന്നത്. ഇനി സെൻട്രൽ ബോർഡ് നോമിനേറ്റ് ചെയ്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഓഫീസർ അംഗമുണ്ട്. ഇനിയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ചിലെ പ്രൊഫസർ ആയിട്ടുള്ള ആഷിമ ഗോയലാണ് ഇപ്പോഴത്തെ ഒരു അംഗം. ഇനി ജയന്ത് ആർ വർമ്മ ഒരു അഹമ്മദാബാദ് പ്രൊഫസർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച്. അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ 6 പേരുടെ പേരൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അംഗസമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിൽ നിന്നിട്ടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ചിലെയും പ്രൊഫസേഴ്സ്മാരാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ചിലെ ഒരു പ്രൊഫസറാണ് ആഷിമ ഗോയൽ. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിലെ പ്രൊഫസറാണ് ജയന്ത് ആർ വർമ്മ എന്ന് പറയുന്നത്. ആൻഡ് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ചിലെ ഉപദേഷ്ടാവാണ് ശശാങ്ക ഭിഡെ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടോട്ടലി നമ്മൾക്ക് 6 പേരാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ പറഞ്ഞിരിക്കുന്ന MPCയിലെ ഓരോ അംഗത്തിനും ഒരു വോട്ടുണ്ട്. വോട്ടുകളുടെ തുല്യതയുണ്ടെങ്കിൽ ഗവർണർക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. വോട്ടുകളുടെ തുല്യത ഉണ്ടെങ്കിൽ ഗവർണർക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ഉണ്ടെന്ന് ജസ്റ്റ് ഇവിടെ അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. വർഷത്തിൽ ഇവർ എത്ര തവണ യോഗം കൂടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 തവണയെങ്കിലും യോഗം കൂടേണ്ടതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. പണപ്പെരുപ്പ ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസി റിപ്പോ നിരക്ക് നിർണ്ണയിക്കുന്നത് RBIയുടെ MPC അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. കൂടാതെ സമ്പദ് വ്യവസ്ഥയുടെ പണലഭ്യതയും മൊത്തത്തിലുള്ള അവസ്ഥയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണ്? MPC ആണ്. നമ്മുടെ എക്കണോമിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പണം ലഭ്യതയുണ്ട്, മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അനാലിസിസ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MPC ആണ്. നമ്മളുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിനെ ഫുള്ളായിട്ട് അനാലിസിസ് ചെയ്ത് പണത്തിന്റെ ലഭ്യതയൊക്കെ നോക്കി അനാലിസിസ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് MPC എന്ന് പറഞ്ഞത്. ഇനി പണപ്പെരുപ്പ ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസി റിപ്പോ നിരക്ക് നിർണ്ണയിക്കുന്നത് ആരാണ്? പോളിസിയുടെ റിപ്പോ നിരക്ക് നിർണ്ണയിക്കുന്നത് ആരുടെയാണ്? RBIയുടെ MPC അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. അപ്പോൾ റിപ്പോ നിരക്ക് മായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MPC ആണ്. അപ്പോൾ എത്ര പ്രാവശ്യം യോഗം കൂടണം? 4 തവണയെങ്കിലും യോഗം കൂടണം എന്ന കാര്യം കൂടെ നമ്മളിവിടെ
ഓർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2020 ഒക്ടോബർ 5 ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. 1934 ഭേദഗതി വരുത്തിയ RBIയുടെ നിയമത്തിലെ 45(z)(b) അനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഓഫ് ഇന്ത്യ ഗവർണറാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർ ആണ് മോണിറ്ററി പോളിസിയുടെ ചുമതല എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, 6 മാസത്തിലൊരിക്കലാണ് ഇവർ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞത്. RBIയുടെ ഗവർണറാണ്. ഇനി MPCയിൽ എത്ര അംഗങ്ങൾ ആണ് ഉള്ളത്? ടോട്ടൽ ഇൻക്ലൂഡിംഗ് ചെയർമാൻ 6 അംഗങ്ങളാണുള്ളത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ A ആണ്. 1ഉം 2ഉമാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. യോഗം എത്ര പ്രാവശ്യം കൂടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ മിനിമം 4 പ്രാവശ്യമെങ്കിലും കൂടേണ്ടതാണ്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. ഇനി ഇതിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി ഗവർണറാണ്. ബാലൻസ് ഓരോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇതിൽ നിന്നിട്ട് എന്തുണ്ടെന്നിട്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. പ്രൊഫസർമാർ അല്ലെങ്കിൽ ഉപദേഷ്ടാവുണ്ട്. ഇത് കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറും ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ നിങ്ങൾ വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പഠിക്കാത്ത സ്റ്റുഡൻസ് ആണ് എങ്കിൽ 100 days സ്റ്റഡി പ്ലാൻസ് നമ്മൾക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. പെയ്ഡ് കോഴ്സാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ LDC റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ വിത്ത് PDF നമ്മൾ എല്ലാ ദിവസവും കൊടുക്കും. Day 1 മുതൽ Day 100 വരെയുള്ള PDF അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ 5 ദിവസം കൂടുമ്പോഴും സ്വന്തമായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് മുതലുള്ള PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്സ് ഒഴികെയുള്ള സബ്ജക്റ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇതിനകത്തൂടെ അവൈലബിൾ ആയിരിക്കും, ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ഇതുവരെ സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ ഇനിയും പ്രിപ്പയർ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. കൂടെ നിങ്ങൾ മാത്സ് കൂടെ നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്